നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസം 19-ാം തീയതി മുതൽ ജൂലൈ മാസം 25-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ബുധൻ്റെ വക്രത്തിലുള്ള സഞ്ചാരം 24-ാം തീയതി അവസാനിച്ച് വീണ്ടും പഴയപടി മുന്നോട്ടുള്ള സഞ്ചാരം ആരംഭിക്കും. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. വളരെ ഗുണകരം എന്ന് പറയുമ്പോൾ അവർ വളരെ ആഗ്രഹപ്പെട്ട് നേടാൻ സാധിക്കാതെ, വളരെ ആഗ്രഹപ്പെടുകയും എന്നാൽ നേടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് ആശാവഹമായ പ്രതീക്ഷ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുക്കളോ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളോ ഇവരുടെ തന്നെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളോ കൊണ്ട് നടക്കാതിരുന്ന കാര്യങ്ങളാണ് ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ, പരമാവധി ആദ്യ പകുതിയിൽ, ആദ്യത്തെ 3-3.5 ദിവസത്തിനുള്ളിൽ വളരെ പ്രതീക്ഷകൾ പുലർത്തിക്കൊണ്ട് ഇവർക്ക് വിജയമായി മാറാൻ പോകുന്നത്. ഒന്ന്, ശത്രുവിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാൽ പുരോഗതിയെ തടഞ്ഞുകൊണ്ട് നിന്നിരുന്ന വ്യക്തികളിൽ നിന്നും ആശാവഹമായ ഒരു മാറ്റം വന്നിരിക്കുന്നു. അവർക്ക് ഇവരോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഈ കർമ്മത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറുന്നു. കടബാധ്യതയിൽ നിന്നും മോചനമുണ്ടാകുന്നു. ചിലപ്പോൾ ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പലരിൽ നിന്നും കടം വാങ്ങിയ അവസ്ഥകൾക്ക് ഇവർക്ക് മോചനമുണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടായിരുന്ന ചില മാനസിക ശാരീരിക വൈകല്യങ്ങൾ, പ്രത്യേകിച്ചും ജോലിയുടെ തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നത് കൊണ്ടുള്ള സാമ്പത്തിക ബാധ്യത കൊണ്ടോ ഉണ്ടായിരുന്ന മാനസികവും അതേ തുടർന്നുണ്ടാകുന്ന ശാരീരികവുമായ വിഷമങ്ങൾക്ക് അറുതി വരുന്നു. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ചിലർക്ക് ചിലപ്പോൾ പ്രവർത്തനങ്ങളിലെ കുഴപ്പമായിരിക്കില്ല, അല്ലെങ്കിൽ കടബാധ്യത കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ അവരുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി അവരുടെ ജീവിതത്തിൽ ഒരു എനർജി സ്രോതസ്സായി, ഒരു ഊർജം നൽകുന്ന വ്യക്തിയായി നിന്നിരുന്ന സൗഹാർദ്ദങ്ങളിൽ ചിലത് പിണങ്ങിപ്പോവുകയും ആ പിണക്കം മാറുകയും ചെയ്യുന്ന അവസ്ഥ വരാം. ചില പ്രത്യേക സംരംഭങ്ങളിൽ ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ചില ആശയങ്ങൾ, ചില ക്രിയേറ്റീവായ കർമ്മങ്ങളിൽ ഇവർക്ക് വിഘാതമായി നിന്നിരുന്ന ചില ബുദ്ധിപരമായ അവസ്ഥകൾ, ബുദ്ധിക്ക് പിന്നാക്കം വലിക്കുന്ന ചില അവസ്ഥകൾ, ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നു. എല്ലാ അർത്ഥത്തിലും ഇവർക്ക് തടസ്സപ്പെട്ടിരുന്നതും മനസ്സിന് വിഷമം തന്നിരുന്നതും ശരീരത്തിൻ്റെ ബലത്തെ തടഞ്ഞിരുന്നതും അല്ലെങ്കിൽ മാനസികമായി ഇവർക്ക് പിന്തുണ ലഭിക്കാതിരുന്നതുമായ അവസ്ഥകൾക്ക് മാറ്റം വരുന്നു. പൊതുവെ കാര്യങ്ങൾ വളരെ അനുകൂലമായി മാറുന്നു മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി. അതുപോലെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഇവർക്ക് ചില കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിനും ചില ഉടമ്പടികൾ സ്വീകരിക്കുന്നതിനും ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കും മാറ്റം വരികയാണ്. അത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രവർത്തനങ്ങളിൽ നിന്ന് വരുമാനം കിട്ടുവാനും അതുപോലെ തന്നെ കൂടുതൽ മാർഗങ്ങളിലേക്ക് ഇവരുടെ കർമ്മത്തെ കൊണ്ടുപോകാനും മറ്റ് ദേശങ്ങളിലേക്കുമൊക്കെ അതിനെ വികസിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതായി വരുന്നു. പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മാന്ദ്യത അവസാനിക്കുന്നു. ശത്രുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ച അല്ലെങ്കിൽ ശത്രുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് മാറുന്നു. ദാമ്പത്യത്തിലെ കല്ലുകടികൾ മായുന്നു. അതുപോലെ തന്നെ പുതിയ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നു. ഉദര സംബന്ധമായ വ്യാധിയോ മറ്റു ശാരീരിക അവശതകളോ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുന്നു. എല്ലാ അർത്ഥത്തിലും ആഴ്ചയുടെ ആദ്യ പകുതി ഗുണകരമാണ്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവർക്ക് വളരെ അപ്രതീക്ഷിതമായി ചില ശാരീരിക അവശതകൾ വരാം. ചിലപ്പോൾ ഉയരങ്ങളിൽ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പേശി സംബന്ധമായോ എല്ല് സംബന്ധമായോ എന്തെങ്കിലും ദോഷമുണ്ടാവാം. അതുകൊണ്ട് തന്നെ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് പറയുന്നു മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. മുഖരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ അതുപോലെ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന തരം മൂർച്ചയും മുനയുമൊക്കെയുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇലക്ട്രിസിറ്റിയുമായും തീയുമായും പെരുമാറുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധ വേണം. സഹോദര സ്ഥാനത്തുള്ളവർക്കും മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകളുമായി ചില ആശയക്കുഴപ്പങ്ങളോ ആശയവിനിമയത്തിലുണ്ടാകാവുന്ന പാളിച്ചയും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നം ശ്രദ്ധിക്കണം. എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ചില
അവസ്ഥ, അവരുടെ മംഗളകർമ്മങ്ങളിൽ ഗുണകരമായ അവസ്ഥ, അതൊക്കെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനിട വരുന്നു. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20, 21, 22, 23 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് കൃത്യമായി അവർ എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിലോ ആ ആശയ സമ്പൂർണതയിലോ കേൾക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കോ വേണ്ടി അത് കൃത്യമായി എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശയ ആവിഷ്കാര വിഷയങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ദാരിദ്ര്യമോ ചില പ്രശ്നങ്ങളോ ഇവരുടെ കർമ്മമേഖലയെ നെഗറ്റീവായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും എഴുത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകൾ ഒപ്പുവെക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ അവർ സ്വയം അറിയാതെ സൃഷ്ടിച്ചു പോകുന്നതാകാം, അതല്ലെങ്കിൽ അവർ നേരാവണ്ണം അതൊക്കെ ചെയ്താലും അതിനെ മറ്റുള്ളവർ, പ്രത്യേകിച്ചും ഇവരുമായി പങ്കാളിത്തത്തോടെ ചെയ്യുന്നവർ അതിനെ വേറൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു അൺറിയലായിട്ടുള്ള വാസ്തവികത്തിന് വിരുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങളെ കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരികയാണ്. അവർ എത്ര ആബ്സെൻറ്റ് മൈൻഡഡായി ചെയ്താൽ പോലും ഭാഗ്യം വളരെ അനുകൂലമായതുകൊണ്ട് അവർ എഴുതുന്ന കാര്യങ്ങളും കരാർ ഒപ്പിടുന്ന കാര്യങ്ങളിലും പ്രത്യേകിച്ചും പണസംബന്ധമായ രേഖകളിൽ കരാർ ഒപ്പിടുന്ന കാര്യത്തിലുമൊക്കെ തന്നെ കൃത്യത വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, ജോലിയിലുണ്ടായിരുന്ന ഇവരുടെ പ്രവർത്തനക്ഷമത അതെല്ലാം വീണ്ടും വർദ്ധിക്കുന്നു. ഇവരെക്കുറിച്ച് മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും മതിപ്പുണ്ടാകുന്നു. തങ്ങൾക്ക് അറിയാവുന്ന കഴിവ് ഏറ്റവും നന്നായി തങ്ങളുടെ കർമ്മമേഖലയിൽ പ്രയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. വാക്കുകൾ സൗമ്യമായും ധിഷണാപരമായി പൂർണ്ണതയിലും, അതായത് ബുദ്ധിപൂർവ്വതയുടെ ഏറ്റവും അങ്ങേ അറ്റത്തും ഒക്കെ ഇവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നു. തങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഇവരുടെ ബൗദ്ധിക പൂർണ്ണത നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവർക്ക് ചില ഭാഗ്യ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതിൽ ചിലപ്പോൾ ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ചില അപൂർണതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാഗികമായ ചില വിജയമേ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകൂ. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതി തുടങ്ങുന്ന ദിവസം മുതൽ, അതായത് ആദ്യത്തെ 2.5 ദിവസത്തിന് ശേഷം ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും വളരെ അപ്രതീക്ഷിതമായി ഇവർ തങ്ങളുടെ കർമ്മമേഖലയിൽ വളരെ ആക്റ്റീവാകുന്നു. തങ്ങൾക്കുണ്ടായിരുന്ന ഏതെങ്കിലും നെഗറ്റീവായ അവസ്ഥ അല്ലെങ്കിൽ തങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിപരതയിലെ കുറവ്, ഇതൊക്കെ ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനവും അതുപോലെ വരുമാനത്തിൽ വർധനവും ഉണ്ടാകുന്നു. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം, വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർക്കോ ഇവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആവശ്യമുണ്ടായിരുന്ന ചില പ്രതീക്ഷകൾ പൂവണിയുന്നതായിട്ടാണ് കാണുന്നത്. പഠന സംബന്ധമായ കാര്യത്തിലായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, ഇവർക്ക് വിദേശത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ അവിടെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുവാനോ സാധിക്കുന്നു. പൊതുവെ ഗുണകരമായ അവസ്ഥയാണ്. ദോഷം എന്ന് പറയുന്നത് ഇവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഉദര സംബന്ധമായ ചില വ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അജീർണത്തിൻ്റെ പ്രശ്നങ്ങളോ അതായത് ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ പൈൽസ്, ഫിസ്റ്റുല മുതലായ രോഗങ്ങളുള്ളവർക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 രാവിലെ 7:55 കഴിഞ്ഞ് 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കർമ്മശേഷിയിലെ സന്തോഷം കൊണ്ടാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി അവർക്ക് നേടുന്ന ചില ഗുണങ്ങൾ കൊണ്ടാവണം. എന്തായാലും അവരുടെ ശരീരത്തിൽ അകാലമായി ബാധിച്ചിരുന്ന ക്ഷീണമോ വാർദ്ധക്യ സഹജമായ ചില തോന്നലുകളോ ഒക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി യൗവനം വരുന്നതായി കാണുന്നു.
മേലധികാരികളുമായി ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പദ്ധതികളുടെ അവസാനങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ അവസാന സമയത്ത് കൃത്യമായി തങ്ങളുടെ കഴിവ് തിരിച്ചറിയുകയും മേലധികാരികളിൽ നിന്ന് ക്ഷമാപണത്തിൻ്റെ വക്കോളമെത്തുന്ന ചില അനുമോദനങ്ങൾ കിട്ടുകയും ചെയ്യുന്നതായി കാണുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ ഉദ്യോഗം ലഭിച്ചതിന് ശേഷം ചില സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകൾക്കോ ഒക്കെ വലിയ വിജയം ആണ് കാണുന്നത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച. തുടക്ക ദിവസങ്ങളിൽ അവർക്ക് വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വർധനവുണ്ടാകുന്നു. പുതിയ വാഹനം വാങ്ങുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ഒക്കെ ചെയ്യാം. പുതിയ വസ്ത്രം ലഭിക്കാം, പുതിയ IT ഉപകരണങ്ങൾ ലഭിക്കാം. അതുപോലെ ഫർണിച്ചർ മുതലായ കാര്യങ്ങളിലുമൊക്കെ തന്നെ ഇവർക്ക് നല്ല വിലയുള്ള ഫർണിച്ചറും മറ്റു വസ്തുവകകളുമൊക്കെ ആദായ വിലയ്ക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അവസാന ദിവസങ്ങൾ ഇവർക്ക് അപ്രതീക്ഷിതമായി ധനസഹായം വരുന്നതായി കാണുന്നു. ഒരിക്കലും തരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പോലും ഇവരെ ഇപ്പോൾ ധനപരമായി സഹായിക്കാനോ അല്ലെങ്കിൽ ആശയപരമായോ മറ്റു സാങ്കേതികമായ കാര്യങ്ങളിലോ സഹകരിക്കാനോ തയ്യാറായി വരുന്നു. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ചില പദ്ധതികൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചില പുതിയ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അപേക്ഷിക്കാനും അതുപോലെ ചില ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന വെല്ലുവിളികൾ എതിരിടുവാനും അതിൽ എതിർത്ത് ജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസം. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മാതാവിനോ മാതൃ കുടുംബത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട കാരണവസ്ഥാനത്തുള്ളവർക്കോ അനാരോഗ്യ നിമിത്തമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്നോ ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായി വരാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇതിനൊക്കെ ഭേദം കൃത്യമായി വരുന്നുണ്ട്. സാമ്പത്തിക സഹായം, സഹകരണം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കൽ, അതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ അനുവദിച്ചു വരുന്നതും പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിൽ തടസ്സം നിന്നിരുന്ന കാര്യങ്ങൾ മാറുന്നതുമൊക്കെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ത്വക്ക് സംബന്ധമായി അലർജി അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനപരമായി ഈ ആഴ്ചയും ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തെന്ന് പറയുമ്പോൾ കൃത്യമായി സഹോദരി സ്ഥാനത്തുള്ളവർക്ക് വളരെ സഹായം ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയും തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും സാമ്പത്തികം പോലെയുള്ള സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ അവരുടേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 7:55 വരെയും ശേഷം 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 ദിവസങ്ങളും ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങളുടെ വീട് കൂടുതൽ അലങ്കരിക്കാനും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തുവാനും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക്, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വീട് ഇതുവരെയും ആയിട്ടില്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞ ഒരു വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ആശാവഹമായ ചില പ്രതീക്ഷകൾ ഉണ്ടാകുന്നതായി കാണുന്നു. ഒന്നുകിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നതിൽ കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലത വർദ്ധിക്കുന്നു, വാങ്ങാൻ സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു, മറ്റു സാങ്കേതിക സഹായ സഹകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു. വീട് വാങ്ങുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം പുരയിടത്തിൻ്റെ ഉടമയുമായോ അല്ലെങ്കിൽ വീടിൻ്റെ ഉടമയുമായോ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നു. പൊതുവേ ഇവർക്ക് ലോൺ എന്തെങ്കിലും വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ലോൺ എന്തെങ്കിലും അപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന ഫയലിൻ്റെ തടസ്സങ്ങൾ, അധികാരത്തിൻ്റെ തടസ്സങ്ങൾ മാറുകയും അത് അനുവദിച്ചു കിട്ടുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇവർക്ക് സന്തോഷമുളവാക്കുന്നതായി കാണുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവർക്കുണ്ടായിരുന്ന ചില പ്രത്യേക കഴിവുകൾ വഴി ഇവർക്ക് ധനം വരുന്നതായും കാണുന്നുണ്ട്. കലാപരമായ കഴിവോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയിൽ തന്നെ കാണിക്കുന്ന മിടുക്കുകൊണ്ട് ജോലികൾ പെട്ടെന്ന് തീർക്കുകയോ സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് വരുമാനം വരികയോ ചെയ്യുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അതുപോലെ മുഖഭംഗി കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വർദ്ധിക്കുന്നതായി കാണുന്നു.
പുരുഷന്മാരാണെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടി ആകർഷണീയത വരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആരുമായി സന്ധിക്കുന്നുവോ, ആരുമായി ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണങ്ങളിലോ തങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുവെങ്കിൽ അതിലൊക്കെ വളരെ പോസിറ്റീവായ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ വാക്കുകൾ, അവരുടെ വാചകങ്ങൾ, ഭാവങ്ങൾ, മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ, ആ നിലയൊക്കെ തന്നെ അവർക്ക് വളരെ ഗുണകരമായി മറ്റുള്ളവരിലേക്ക് സംവേദിക്കാൻ കഴിയുന്നത് കൊണ്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതൽ ഇംപ്രസീവ് ആകുന്നു ഇവരുടെ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി പ്രകാശം തുറന്നു കൂട്ടുന്നു. വികസനത്തിൻ്റെ, പുരോഗതിയുടെ പ്രകാശം തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു പ്രതീക്ഷ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കർമ്മരംഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ആശങ്കകൾ ഇപ്പോഴും നിലവിൽ തന്നെയുണ്ട്. അതൊരു ഭീതിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പലപ്പോഴും തങ്ങൾക്ക് കിട്ടുന്ന നല്ല ഗുണങ്ങൾ പെട്ടെന്ന് തീർന്നു പോകുമോ, നല്ല കാലം പെട്ടെന്ന് തീർന്നു പോകുമോ എന്നൊരവസ്ഥ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ചന്ദ്രനാണല്ലോ അവരുടെ ജന്മ ലഗ്നാധിപൻ. അതുകൊണ്ട് തന്നെ ചന്ദ്രന് ഈ അസ്ഥിരതയുടെ ഗ്രഹം എന്നാണ് പറയുക. 15 ദിവസം കൊണ്ട് പൂർണ്ണ ചന്ദ്രനാവുകയും അടുത്ത 15 ദിവസത്തിൽ കറുത്ത ചന്ദ്രനാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി, ഒരു താൽക്കാലികമായ അവസ്ഥകൾ അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ, ഇത് ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഇത്തരം നക്ഷത്രക്കാർക്ക് അത് അനുഭവിക്കാൻ ഇടയാകും. അത്തരം മനസ്സിൻ്റെ ഉടമകളുമാണവർ. അതുകൊണ്ട് അങ്ങേ അറ്റത്തെ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വികാര വിവശത ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലെയും അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇവർ ചിന്തിക്കുക. എന്തായാലും ഇപ്പോൾ ഈശ്വരാധീനം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് കൂടുതൽ മനസ്സന്തോഷം വരുവാനും അതവരുടെ കർമ്മത്തിൽ ഇവർക്ക് ആവിഷ്കരിക്കുവാനും കർമ്മമേഖല കൂടുതൽ പ്രവർത്തനക്ഷമമാകുവാനും ഉൽപ്പാദനക്ഷമതയുള്ളതാവുകയും ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ വരുമാനങ്ങളിൽ വർധനവുണ്ടാകുന്നു, മനസ്സമാധാനമുണ്ടാകുന്നു. പിതാവിന് അത്ര നല്ല കാലമല്ല, ശാരീരികമായ അവശതയുണ്ട്. പ്രത്യേകിച്ചും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തിന് ദോഷമുണ്ടാവാം. അതുപോലെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 7:55 വരെയും 7:55 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട അവസ്ഥകൾ പല ഗ്രഹങ്ങളുടെയും നില കാരണം ഉണ്ടെങ്കിലും 10ൽ നിൽക്കുന്ന ചൊവ്വ, അതും 9ാം ഭാവാധിപനായ ചൊവ്വ, രാജയോഗപ്രദനായ ചൊവ്വ, 4ൻ്റെയും 9ൻ്റെയും കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മരംഗം ഇവർക്ക് ശോഭനീയമായി തന്നെ മുന്നോട്ട് പോകും. എന്തെല്ലാം വിഷമങ്ങൾ സ്വകാര്യതയിലുണ്ടെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിലും കർമ്മരംഗത്തെത്തുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ വളരെ ആക്റ്റീവായി തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് കാണുന്നത്. കൃത്യമായ വരുമാനവും അവർക്കതിൽ നിന്ന് ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തങ്ങൾക്കുണ്ടാകുന്ന കഴിവുകൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവരുടെ ബുദ്ധിപരതയും അവരുടെ ക്രിയാത്മകമായ അവസ്ഥയും ഒക്കെ തന്നെ അതിന് ചേർത്തു പിടിക്കുന്ന വിധത്തിൽ, തങ്ങളുടെ കർമ്മത്തെ കൂടുതൽ ചേർത്തു പിടിക്കുന്ന വിധത്തിൽ അവരുടെ കൂടെയുണ്ട്. ബുദ്ധിശക്തിയുടെ ഇടപെടലും അതുപോലെ തന്നെ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ഒരു കലാപൂർണതയുണ്ട്. ആ കലാപൂർണതയിൽ അത് ചെയ്തു തീർക്കാനുള്ള ബുദ്ധിയുടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഇടപെടലും ഉള്ളതുകൊണ്ട് ഇവരുടെ വരുമാന ഭാഗവും കർമ്മഭാഗവും ജ്വലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന് ഇപ്പോഴും ദോഷം കാണുന്നുണ്ട്. ശാരീരികമായ ഭംഗി അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ വർധനവ് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവരുടെ ഈ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോട്ടം തട്ടുന്നുണ്ട്. അതുപോലെ എത്ര വരവ് വന്നാലും അതിനോളവും അതിനേക്കാളുമോ ചിലവ് വർദ്ധിച്ചിരിക്കുന്നതായും കാണുന്നു. എന്നാൽ ഈ ചിലവൊന്നും തന്നെ തങ്ങൾ അനാമത്തായി സംഭവിക്കുന്നതുമല്ല എന്ന് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകം മനസ്സിലാക്കണം. അത് ഭാവിയിലേക്ക് കരുതൽ വയ്ക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണമാണ്. അതായത് ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആശ്രിതർക്കോ സ്വന്തം കാര്യത്തിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ വീട് നിർമ്മാണത്തിനോ വാഹനം വാങ്ങുന്നതോ തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദോഷമില്ല. ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരുമെന്നും കാണുന്നു. കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകുമെങ്കിലും അപാരമായൊരു ഈശ്വരാധീനം ചാരവശാൽ ഇപ്പോൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണമുണ്ടാകും എന്ന് ചിന്തിക്കണം. രോഗാതുരതകൾ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും
കാൽപാദങ്ങളിൽ നീര് വീഴുക, അതുപോലെ തന്നെ ഉദര സംബന്ധമായി പ്രത്യേകിച്ച് ലിവർ, കിഡ്നി ഭാഗങ്ങളിലൊക്കെ നേരത്തെ തന്നെ ദോഷമുണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തം പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നമോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്ത് ആരാണോ അവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 തീയതി രാവിലെ, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 21 രാവിലെ 7:55 കഴിഞ്ഞ് 22, 23 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനം വന്നു മറിയുന്ന ഒരാഴ്ചയായിട്ടാണ് ഈ ആഴ്ചയും കാണുന്നത്. കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒരുപാട് പേർ പരാതി പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹ സ്ഥാനത്തേക്ക് ഒരുപാട് ഗ്രഹങ്ങൾ വന്നിട്ടും അവർക്ക് ഒന്നും കാര്യക്ഷമമായി വരുന്നില്ല എന്നൊക്കെ. അതിലൊക്കെ സത്യമുണ്ടാവണം. കാരണം ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ ചാരവശാലുള്ള കാര്യങ്ങളെ ബാധിക്കും. എന്നാൽ ചാരവശാൽ ഉള്ള ഫലം പൊതുവായ ഫലമാണ്. അവിടെ നോക്കുമ്പോൾ അവർക്ക് 11-ൽ വ്യാഴം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നു, 11-ൽ സൂര്യൻ നിൽക്കുന്നു, ശുക്രൻ്റെ 12-ലെ നില ദോഷമല്ല, ബുധൻ 10-ൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെയും ബുധൻ സ്ഥാനബലത്തോടെ 10-ൽ നിൽക്കുന്നു. കന്നി ലഗ്നാധിപൻ, അതായത് കന്നിരാശിയുടെ ജന്മരാശിയുടെ അധിപൻ കൂടിയാണ് ബുധൻ. അത് 10-ൽ ബലവാനായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതൊരു രാജയോഗത്തിൻ്റെ ഒരു ഗുണം ചെയ്യണം. സ്വാഭാവികമായും അവരുടെ കർമ്മത്തിൽ അവർക്ക് ഏറ്റവും നന്നായി ജ്വലിച്ചു നിൽക്കാൻ സാധ്യതയുള്ള, അത് എന്ത് കഴിവായാലും അത് ഏറ്റവും പൂർണ്ണതയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ വരവ് കാണുന്നു. 11-ൽ നിൽക്കുന്ന ധനകാരകനായ വ്യാഴം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനം കാണുന്നു. മേലധികാരികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ പണം വരാനുള്ള സാധ്യതയുണ്ട്. തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവർക്ക് കഴിവനുസരിച്ച് കൃത്യമായി പണം അവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. പിതാവിന് ചില ആരോഗ്യാവസ്ഥകൾ ഉണ്ടാകാം, അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ ഇവർക്കും അസ്ഥി സംബന്ധമായോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അപകട സാധ്യതകൾ, ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ തീ, ഇലക്ട്രിസിറ്റി മുതലായ കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ദോഷാവസ്ഥകൾ ഉണ്ടാകാം. എന്നാൽ പൊതുവെ ഈശ്വരാനുഗ്രഹം ഇവർക്കുമേൽ കനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്. അപ്പോഴും മറക്കാതിരിക്കുക, കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുണ്ട്. പക്ഷേ കണ്ടകശനിയുടെ ദോഷം കുറയാൻ ഇപ്പോൾ കാരണം കാണുന്നുണ്ട്. കാരണം വ്യാഴത്തിൻ്റെ നോട്ടം ശനിയിലേക്ക് എത്തുന്നതുകൊണ്ട്. അതുപോലെ ശുക്രൻ്റെ 12-ലെ നിലയും വളരെ ഗുണമാണ്. എന്നാൽ ശുക്രൻ സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്നതും കേതു യോഗം ചെയ്തു നിൽക്കുന്നതും ദാമ്പത്യ സംബന്ധമായ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടാകാം. അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ത്വക്ക് സംബന്ധമായോ ഗർഭാശയ സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാവുകയും അതിൻ്റെ ഫലമായി പരസ്പരം മാറി നിൽക്കുകയും ഒക്കെ ചെയ്യാം. ആശുപത്രിവാസമാകുമ്പോൾ ഒരാൾ ആശുപത്രിവാസമാകുമ്പോൾ മറ്റൊരാൾക്ക് കുടുംബം നോക്കേണ്ടതുള്ളത് കൊണ്ട് വീട്ടിൽ നിൽക്കുക. ഇപ്പോൾ രണ്ടിടത്തായിട്ടൊക്കെ നിൽക്കേണ്ടി വന്നേക്കാം. ഇത്തരം ചില അവസ്ഥകൾ കാണുന്നുണ്ട്. ഏതായാലും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം ജീവിത പങ്കാളിക്ക് വന്നേക്കാം എന്ന് സൂചനയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 19, 20, 21 രാവിലെ 7:55 വരെയും ശേഷം 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാന വർധനവും കർമ്മത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥയുമൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സർക്കാർ സംബന്ധമായോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരുമായോ രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുമായോ ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. അത് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കാണുന്നുണ്ട്. ഇക്കുറിയും അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഇക്കുറി കുറച്ചുകൂടി അത് ബലവത്താകുന്നു എന്നാണ് കാണുന്നത്. ഏതേലും വിധേന ഇവർക്ക് ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്ന കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ, കാരണം കഴിഞ്ഞ കുറച്ചു കാലം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന നഷ്ടങ്ങളും മറ്റു ദോഷങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ തക്കവണ്ണം ഈശ്വരാധീനവും അതുപോലെ ഭൗതിക അന്തരീക്ഷത്തിൽ അത് മേലധികാരികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ രാഷ്ട്രത്തലവന്മാരുടെയും ഒക്കെ ഒരു അവസ്ഥയിലാണ് വരിക. അപ്പം ദൈവം പല രൂപത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടുക. ചില വ്യക്തികൾക്ക് നേരിട്ട് ഭാഗ്യം പോലെ സഹായം വന്നു വീഴാം. മറ്റു ചിലർക്ക് ചില പ്രത്യേക വ്യക്തികളാൽ നിയോഗിക്കപ്പെടുന്നത് വഴി ചില വിജയങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവാം. എന്തായാലും ഇത്തരം ഒരു അവസ്ഥ ഇപ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൃത്യമായിട്ട് അവരുടെ വസ്തുവകകളും അതുപോലെ തന്നെ ഭവനങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ സംരക്ഷിക്കപ്പെടുകയും
വേണ്ടി വന്നാൽ കൂടുതൽ ഭവനങ്ങളോ നിലമോ ഒക്കെ വാങ്ങാൻ സാധ്യതയുള്ള വിധം വരുമാനം അവരിലേക്ക് വരികയും ചെയ്യുന്നതായി കാണുന്നു. ഒരു സ്ത്രീ മൂലം, അധികാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീ മൂലമൊക്കെ വളരെ വലിയ സഹായം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ശാരീരികമായ അവശത ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. അത് ഇവർക്ക് മാനസികമായി വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണുന്നു. അതുപോലെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും ശാരീരികമായ മുറിവുകളോ അപകട സാധ്യതകളോ ഉണ്ടാകാം. അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. തീയോടും വൈദ്യുതിയോടും പെരുമാറുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ, ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്ന കെട്ടിടങ്ങൾ ഉള്ളവർ അവിടേക്ക് കയറിപ്പോകുമ്പോൾ, അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. സന്താനങ്ങളുടെ ത്വക്ക് സംബന്ധമായ അസുഖവും അവരെ ചൊല്ലിയുള്ള ആശങ്കകൾക്കും ഒരു പരിധിവരെ മാറ്റം വന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 രാവിലെ 7:55 കഴിഞ്ഞ് 22, 23 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ഒന്നുകിൽ ജീവിത പങ്കാളിക്കുണ്ടാകുന്ന ശാരീരികമായ അവശത, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഉദര സംബന്ധമായ വ്യാധിയോ മറ്റോ കാരണം മാറി നിൽക്കാം. അതുപോലെ സ്വന്തം കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാനുള്ള ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. മംഗളകരമായ കാര്യങ്ങളിൽ വളരെ ശക്തമായ ചില തീരുമാനങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു. ഈശ്വരാധീനം വളരെ ശക്തമായി അവരിലേക്ക് ഉള്ളതുകൊണ്ട് ഈ ഉദരസംബന്ധമായ രോഗം അതൊക്കെ അവർക്ക് വളരെ നിസ്സാരമായി മാറാനേ സാധ്യതയുള്ളൂ. തങ്ങളുടെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് കാണുന്നു. എന്നാൽ ചില വ്യക്തികൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, അത് ഇവരുടെ സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നവീനമായ സംരംഭങ്ങളിലോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അവർ ഏതെങ്കിലും വിധത്തിൽ പ്രകോപനം കൊള്ളുമ്പോൾ മാത്രമാണ് സംഭവിക്കുക എന്നും മനസ്സിലാക്കണം. അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും പുരുഷ നക്ഷത്രക്കാർ, അവരുടെ കർമ്മരംഗത്തുള്ള സ്ത്രീകളുമായി, പ്രത്യേകിച്ചും സീനിയറായ തങ്ങളുടെ മേലധികാര സ്ഥാനത്തുള്ള സ്ത്രീകളുമായി പെരുമാറുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ അതവർക്ക് അവരുടെ കർമ്മരംഗത്തൊരു വലിയ തടസ്സമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളോട് ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും അധികാരസ്ഥാനത്തുള്ള സ്ത്രീകളോട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ബാക്കി കാര്യങ്ങളിൽ ഇവർക്ക് പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. ഈശ്വരാധീനം എല്ലാത്തിൻ്റെയും മേൽ വലിയ ഒരു അഭയത്തിൻ്റെ കുടയായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന സ്ത്രീ സംബന്ധമായ ദോഷവും അതുപോലെ ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ മാറ്റമുണ്ടാവും. മാറ്റം എന്ന് പറഞ്ഞാൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഗൗരവം കുറയാം, അല്ലെങ്കിൽ വളരെ കൃത്യമായ സമയത്തു തന്നെ അതിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നത് കൊണ്ട് അത് ദോഷമല്ലാതായി മാറാം. അറിയാവുന്ന കഴിവുകൾ ഏറ്റവും നന്നായി ഇവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ അർപ്പിക്കാൻ സാധിക്കുന്നു എന്നതും കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ആ തുടക്ക ദിവസങ്ങളും അതുപോലെ അവസാന ദിവസങ്ങളും തങ്ങളുടെ കർമ്മമേഖലയിൽ ഏറ്റവും നന്നായി തിളങ്ങാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിന് ശക്തിയും സമാധാനവും ഉണ്ടാകുന്നതായി കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുകയും അവരുമായി സന്തോഷ സല്ലാപങ്ങൾക്കിടയുണ്ടാവാൻ സാധ്യതയുള്ളതായും കാണുന്നു. കാലുകൾക്ക് രോഗബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വാതക്കൂറുള്ള ശരീരമാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചലനശേഷിക്ക് ദോഷമുണ്ടാകാം. പ്രായഭേദമന്യേ അനുസരിച്ച് ഇത് മാറ്റമുണ്ടാകും. അല്ലാത്തവർക്ക് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം എന്നിവർക്ക് പറയാവുന്നത് ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിലും ലോവർ അബ്ഡമിൻ ഭാഗത്തുമൊക്കെ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. അതുപോലെ ജനറലായിട്ട് പറയുകയാണ്, ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മദ്യപാനം അല്ലെങ്കിൽ ലിവറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങളിൽ, ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ലിവറും പാൻക്രിയാസുമൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് ഫിസിയോളജിക്കൽ അസ്ട്രോളജിയിൽ പറയുന്ന പ്രകാരം ചില പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഇനി ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ ഗർഭാശയ സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഇതൊക്കെ ആവാം ചിലപ്പോൾ ഈ പറയുന്ന ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ.
മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം വൈകി കിട്ടുന്ന ചില സന്തോഷങ്ങൾ ഇവർക്കിപ്പോൾ ആഹ്ലാദിക്കാനുള്ള സമയമാണ്, പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ. മേലധികാരികളുമായിട്ട് എന്തെങ്കിലും തർക്കമോ വിഷയമോ ഉണ്ടാകാം, അല്ലെങ്കിൽ പിതാവുമായി എന്തെങ്കിലും തർക്കമോ വിഷയമോ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 7:55 വരെയും ശേഷം 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ദേവീ കടാക്ഷമാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന ഒരു അവസ്ഥ. തങ്ങളുടെ വിദേശ സംബന്ധമായ ജീവിതത്തിനും വിദേശത്തുള്ള ഇവരുടെ പഠന കാര്യങ്ങൾക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത്. കർമ്മമേഖലയിൽ കുറച്ചുകൂടി ആയാസരാഹിത്യം ഇവർക്ക് അനുഭവപ്പെടുന്നതായി ഉണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇവർക്ക് ഒരു മാറ്റം വരുന്നതായി കാണുന്നു. പൊതുവേ ഇവരുടെ ദോഷാവസ്ഥയ്ക്ക്, പ്രത്യേകിച്ചും കർമ്മരംഗത്തുള്ള ദോഷാവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. കർമ്മമെന്നാൽ നമ്മളുടെ ആഹാരം സമ്പാദിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ കിട്ടുന്നതിന് വേണ്ടി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, ആ പണത്തിന് ആധാരമായ കർമ്മം, അതുമാത്രമല്ല ജ്യോതിഷത്തിൽ കർമ്മം എന്ന് പറയുന്നത്. മനസാ വാചാ കർമ്മണ എല്ലാം തന്നെ കർമ്മങ്ങളായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ കർമ്മഭാവത്തിലേക്കാണ് 4-ൽ നിന്നുകൊണ്ട് ശനിയുടെ വീക്ഷണം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കന്നി രാശി കൂടി ആയതുകൊണ്ട് ഈ കഷ്ടപ്പെടാനുള്ളൊരു യോഗം വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതു വിധേനയും മനസ്താപത്തിന്, അതായത് വിഷമത്തിന് അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും കണ്ടകശനി ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ കാരണം കർക്കിടക രാശിയിലേക്ക് വന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ശനിയെ ബാധിക്കുന്നത് കൊണ്ടാണ്. ശനിയെ വ്യാഴം വീക്ഷിക്കുമ്പോൾ കോടിക്കുറ്റം തീർന്നിടും വ്യാഴം നോക്കിയിടാൻ ഗുരു നോക്കിയിടിനാൽ എന്നാണ്. അതുകൊണ്ട് ഗുരു നോക്കുമ്പോൾ, വ്യാഴം നോക്കുമ്പോൾ ഈ ശനിയുടെ ദോഷാവസ്ഥയ്ക്ക് മങ്ങലേൽക്കുന്നു. അങ്ങനെ മങ്ങലേറ്റ ഈ ശനിക്ക് 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും ആ കാഠിന്യം, ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നു. അത് അവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന ദോഷങ്ങളെ മാറ്റുന്നു. അപ്പോൾ പൊതുവേ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ആലസ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മ, ജോലിസ്ഥലത്ത് അവർ ഏൽക്കുന്ന അപഹാസ്യതകളും അതുപോലെ ഭീഷണികളും അല്ലെങ്കിൽ വിമർശനങ്ങളും, ജോലിക്ക് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ജോലി നഷ്ടപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള അവസ്ഥകൾ, ഇതിനൊക്കെ തന്നെ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് ഈശ്വര കടാക്ഷം പോലെ ഇപ്പോൾ അവരിലേക്ക് വന്നിരുന്നു. വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് ചില ഭാഗ്യങ്ങൾ കൈവരുന്നതായി കാണുന്നു. ഒരുപക്ഷെ ഭാഗ്യം ജോലിസ്ഥലത്തുള്ള ഈ ദോഷങ്ങൾക്കൊരു അറുതി വരലാണ്, അതല്ലെങ്കിൽ വരുമാനത്തിനുണ്ടാകാവുന്ന വർധനവാണ്, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന, തടസ്സം നിന്നിരുന്ന, ഇവരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ചില കർമ്മങ്ങളിൽ തടസ്സം നിന്നിരുന്ന കാര്യങ്ങൾക്ക് ആ തടസ്സം മാറുന്നതായി കാണുന്നു. ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാവുന്ന ഭാഗ്യവും ഇവർക്ക് അനുഗ്രഹമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ ദേവീ കടാക്ഷം ഇവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പിതാവിന് ചില രോഗാവശതകൾ ഉണ്ടായിരുന്നതിന് ഒരല്പം കുറവിപ്പോൾ വന്നിട്ടുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവർക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിൽ മാറ്റം കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21, 22, 23 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ചില ഭാഗ്യ പ്രവർത്തനങ്ങൾ വഴി ഇവർക്ക് ഇവരുടെ കർമ്മമേഖലയിൽ ഒരു ത്വരിതമായ, വേഗതയാർന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നതായിട്ടാണ് കാണുന്നത്. ശുക്രൻ 8-ൽ പോയി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് ഇവർക്ക് കുറച്ച് ധനപരമായ നേട്ടമുണ്ടാക്കും. വ്യാപാരം, വസ്ത്രം, ഹോട്ടൽ, അതുപോലെ തന്നെ പുതുതായി കണ്ടെത്തുന്ന സമാന്തര കർമ്മമേഖലകൾ, ഇതിൽ നിന്നൊക്കെ വരുമാന മാർഗം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഞ്ചാര വർധനവ് കാണുന്നു. അതാണ് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് 4-ലും അതുപോലെ 8-ലുമൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ പെട്ടെന്ന് ഇവർക്ക് ചില വ്യതിയാനങ്ങൾ വരുത്തുന്നതായിട്ട് കാണുന്നു. സഞ്ചാരം വർദ്ധിക്കാം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത അർപ്പിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ശാരീരികമായ അവശത അതിൻ്റെ ഫലമായി ഉണ്ടാവുകയും ചെയ്യും. കാരണം ക്ഷീണം വർദ്ധിക്കാം. എന്നാലും മനസ്സും ശരീരവും ഒരുപോലെ അഗ്രസീവായി, ഒരുപോലെ വളരെ ചടുലമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവർക്കുണ്ട്. അതിൽ നിന്ന് വരുമാന വർധനവും കാണുന്നുണ്ട്. ഉദര സംബന്ധമായ ചില വ്യാധിയോ അല്ലെങ്കിൽ പിതാവിനോ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ
അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഈശ്വരാധീനം ഇപ്പോൾ ഇവർക്കുണ്ട്. തങ്ങൾക്കുണ്ടായിരിക്കുന്ന കഴിവ് ഏറ്റവും ഫലപ്രദമായി ഇപ്പോൾ പ്രയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് വഴി ഇവരുടെ കർമ്മമേഖല കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. സാമ്പത്തികമായ വർധനവുണ്ടാകുന്നു. പുതിയ സംരംഭങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള ആശയങ്ങളുമായി പലരും മുന്നോട്ട് വരുന്നു ഇവരുടെ അടുത്തേക്ക്. മറ്റ് ജാതി മതം ഇതിലൊക്കെ ഉള്ളവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അന്യ ദേശത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ ഒക്കെ പുതിയ ചില സംരംഭങ്ങൾ വരുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന മേഖല വിദേശത്തേക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ വ്യാപിക്കാം, അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഊർജ്ജസ്വലത എന്തായാലും കയ്യിൽ മനസ്സിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഏത് പ്രവർത്തനവും ഇവർക്ക് ക്ഷീണം ഏൽപ്പിക്കില്ല. എന്നാൽ ശ്രദ്ധിക്കണം, ശാരീരികമായ അവശതയുണ്ടാകാം. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ചെല്ലാത്തതുകൊണ്ടോ കൂടുതലായി ജലം അധ്വാനഭാരത്താൽ വാർന്നു പോകുന്നതോ ഒക്കെ കൊണ്ട് ഇവർക്കുണ്ടാകാവുന്ന ചില ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായി വരുന്നതായി കാണുന്നു. പൊതുവേ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ ചാരവശാൽ ഇപ്പോൾ ഇത്തിരി പ്രശ്നമുള്ളത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായി ദോഷവും കാണുന്നില്ല, പ്രവർത്തനങ്ങളിൽ ദോഷവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് ഏറ്റവും സന്തോഷകരമായി അർപ്പിച്ചുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. 21 രാവിലെ 7:55 കഴിഞ്ഞ് 22, 23, 24, 25 ഒക്കെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ് ഈ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യം വളരെ അനുഗ്രഹമായി വന്നിട്ടുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്നൊന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. അതുപോലെ ഇവർ ഇടപഴകുമ്പോൾ സ്ത്രീകളുമായി ഏത് കർമ്മരംഗത്ത് ഇടപഴകിയാലും വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അവരുമായി കലഹമോ പ്രശ്നമോ ചിലപ്പോൾ അത് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനു വരെ കാരണമാവുകയോ ചെയ്തേക്കാം. തങ്ങൾ പറയുന്ന വാക്കുകൾ കൃത്യമായി അവിടെ ഏൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബുദ്ധിപരമായ മോശപ്പെട്ട അവസ്ഥയെന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് വാക്കുകൾ നേരെ പ്രയോഗിക്കാൻ കഴിയാത്തവളാണെന്നോ ഒക്കെയുള്ള ചിന്തകൾ, അപഖ്യാതികളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് സൂക്ഷിച്ചു വാക്കുകൾ പ്രയോഗിക്കുക. വാക്കുകൾ അതുപോലെ ആംഗ്യവിക്ഷേപങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ചിലപ്പോൾ കൈവിട്ടു പോകാവുന്ന ചില സംഘർഷാവസ്ഥയിലേക്കോ സംഭ്രമമായ അവസ്ഥയിലേക്കോ ഒക്കെ എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായി സൂക്ഷിച്ച് പെരുമാറാൻ ശ്രമിക്കുക. ജാഗ്രത കൈവിടാതിരിക്കുക. മാതാവുമായി കലഹമോ പ്രശ്നമോ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവർക്ക് മേലധികാരികളിൽ നിന്ന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. തങ്ങളുടെ കർമ്മമേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടും ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ഇവരുടെ കഴിവ് പ്രയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ടും വലിയ ദോഷമില്ല. എന്നാലും അപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ നിവൃത്തി സ്ഥാനങ്ങളിലും ഇവർക്കൊരു ശത്രുവുണ്ട്. പ്രത്യേകിച്ചും കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളായിരിക്കാം ശത്രുവായി വരിക. അതുപോലെ തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും പറയുന്നു, വാക്ക് വളരെ സൂക്ഷിക്കണമെന്ന്. കാരണം ഇവർക്കൊരു മോഹാലസ്യത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ വിഭ്രമജനകമായ ഒരു മനസ്സിൻ്റെ അവസ്ഥയുണ്ട്. ഒരുതരം ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, മനസ്സിൻ്റെ സാന്നിധ്യം വേണ്ടത്ര ഇല്ലാതെ ഓരോ കർമ്മവും ചെയ്യുക. അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ വീട് മാറാം. ഈ സഹോദര സ്ഥാനത്തുള്ളവർ എന്ന് പറയുമ്പോൾ ഇവരോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നവരും ഇവരുടെ അഭ്യുദയകാംക്ഷികളുമായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആകാം. അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്ന് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. പ്രവർത്തന മേഖലയിൽ ഇവർക്ക് വീണ്ടും കുറച്ചുകൂടി നന്നായി അവരുടെ കഴിവുകൾ പ്രയോഗിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ സ്കില്ല് സ്വന്തമായിട്ടുള്ളവർ അല്ലെങ്കിൽ കലാപരമായ കഴിവുള്ളവർ, ഏറ്റവും നന്നായി അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന ചില വ്യക്തികൾ, എല്ലാ കാര്യങ്ങളിലും കണ്ണെത്തുന്ന തരത്തിൽ ജാഗ്രത മനസ്സുള്ളവർ, ഇവർക്കൊക്കെ തന്നെയും ഈ ആഴ്ചയിൽ വളരെ ഗുണകരമായ ഒരു അവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകമായി ചില കഴിവുകൾ ഉണ്ടായിരിക്കുക, അതുവഴി വേറെയും ഇൻകം നേടാൻ, വരുമാനം നേടാൻ സാധ്യതയുള്ളവർ, അവർക്കൊക്കെ ഈ ആഴ്ചയിൽ വരുമാന സാധ്യത കാണുന്നുണ്ട്.
കുടുംബത്തിൽ അവർക്ക് കുറച്ചുകൂടി സൗമ്യവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അമ്മയുടെ സഹോദരന്മാരിൽ നിന്ന് ഗുണമുണ്ടാകുന്നതായി കാണുന്നു. അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കളിൽ നിന്നോ ഈ നക്ഷത്രക്കാരുടെ രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കളിൽ നിന്നോ ഒക്കെ തന്നെ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റു സഹകരണങ്ങളോ ലഭിക്കുന്നതായി കാണുന്നു. ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും മനസ്സിന് സമാധാനം ലഭിക്കുന്നതായും കാണുന്നു. പുതിയ വാഹനം വാങ്ങുകയോ പുതിയ ഭൂമി സ്വന്തമാക്കുകയോ ചെയ്തേക്കാം. ചിലപ്പോൾ വീട്ടുപകരണങ്ങൾ പുതിയത് വാങ്ങാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും ഏറ്റവും ആധുനികമായതും ഉപയോഗിക്കാൻ ഏറ്റവും സുഖപ്രദമായതുമായ വീട്ടുപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ചില കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പൂർത്തീകരിക്കപ്പെടുകയോ അതിൻ്റെ ഉദ്ഘാടനം നടക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം. കർമ്മരംഗത്ത് കുറച്ചുകൂടി ശോഭനീയമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് പണം വന്നു ചേരുന്നതായി കാണുന്നു. സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവർ അപേക്ഷിച്ചിരുന്ന ചില ലോൺ ചിലപ്പോൾ സാധ്യമാകുന്നതോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിരുന്നത് അന്ന് അത് കിട്ടാതിരിക്കുകയും ഇപ്പോൾ പൊടുന്നനവേ അത് കിട്ടുന്നതാവുകയോ ചെയ്യാം. ഏതായാലും സാമ്പത്തിക സഹായം കാണുന്നു. എന്നാൽ നട്ടെല്ല് സംബന്ധമായോ തോളല് സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇവരുടെ ചലനത്തെ ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്വാധീനിച്ചേക്കാം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ എന്ന് കാണുന്നു. പൊതുവെ ഗുണകരമാണ്. ജീവിത പങ്കാളിയുടെ ഉദര സംബന്ധമായ അസുഖത്തിന് ഇവർക്ക് പണപരമായ ചിലവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ മറ്റു വിധത്തിലുള്ള മംഗളകരമായ കാര്യങ്ങളിലുമൊക്കെ വളരെ സന്തോഷകരമായ മുന്നേറ്റം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ ഇവർക്ക് ചില പരിഹാസങ്ങളോ വിമർശനങ്ങളോ ഏൽക്കാം. ചിലപ്പോൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അതൊക്കെ ഇവർക്ക് മാനസികമായി ഇവരെ തളർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഈശ്വരാധീനം നല്ലവണ്ണം ഇവരിലേക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇതൊന്നും തന്നെ ഇവരെ ഗൗരവമായി ബാധിക്കില്ല എന്ന് ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 7:55 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കെല്ലാം. അതായത് ശനി ചാരവശാൽ കണ്ടകശനിയായോ അഷ്ടമശനിയായോ ജന്മശനിയായോ ഏഴരശനിയായോ നിൽക്കുന്നവർക്കും, അതുപോലെ തന്നെ ശനിദശയിൽ കേതുവിൻ്റെ അപഹാരമോ കേതുദശയിൽ ശനിയുടെയോ രാഹുവിൻ്റെയൊക്കെ അപഹാരം, ചൊവ്വയുടെയൊക്കെ അപഹാരം വരിക, ഈ ശനി ചൊവ്വ രാഹു കേതുക്കൾ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുക, അങ്ങനെയുള്ളവർക്കും ഈ ദോഷത്തെ പറയണം. അവർക്കെല്ലാം തന്നെ ശനിദോഷ പരിഹാരത്തിനായി ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കാം. ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര നൽകാം. അതുപോലെ തന്നെ നീരാഞ്ജനം കഴിപ്പിക്കാം. അത് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ ചെയ്യാം. ശിവന് ജലധാര ചെയ്യാം. ഇതൊക്കെ തന്നെ ഇതിന് പരിഹാരമാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. കഷ്ടപ്പെടുന്നവർക്കും ഭക്ഷണം ലഭിക്കാത്തവർക്കും അതെങ്ങനെയും കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാം. അഹങ്കാരം കൂടാതെ പ്രവർത്തിക്കാം. ഇതൊക്കെ ശനി ദോഷമുള്ള കാലത്ത് വളരെ ഗുണകരമാണ്. എല്ലാ കാലത്തും അഹങ്കാരമില്ലാതെ പ്രവർത്തിച്ചാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം. മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ടു സമർപ്പിക്കാം. നെയ്വിളക്ക് കത്തിക്കാം. അതുപോലെ പാൽപ്പായസ നൈവേദ്യം ചെയ്യാം. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുന്നതും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നാഗദോഷ പരിഹാരങ്ങൾക്കായി ഓം നാഗായ നമ എന്ന് ജപിക്കാം. അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകാം. കേതുദോഷ പരിഹാരത്തിന് ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിയെ സ്തുതിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. നാളികേരം മുടയ്ക്കുക. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.